സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. സ്മൃതി, SNDPയുടെ പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പോയി വെള്ളാപ്പള്ളി നടേശനെ ഷോളണിയിക്കുന്നു, പുകഴ്ത്തി പറയുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം കേരളം അതിനുശേഷം കണ്ടു. മലപ്പുറം വിവാദത്തെ പരസ്യമായി തള്ളി പറയാതെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് UDF നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് വലിയ രാഷ്ട്രീയ വിഷയമായി മാറി. പിന്നീടും വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടാണ് UDF അവരുടെ രാഷ്ട്രീയ പ്രചരണം കടുപ്പിച്ചത്. ഇന്നിപ്പോൾ ഇതാ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോയി VD സതീശൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ബിന്ദു കൃഷ്ണ ആശീർവാദം വാങ്ങുന്നു. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന BDJSൻ്റെ നേതാവ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി ആശീർവാദം നൽകുന്നു, അഥവാ ആശംസകൾ അറിയിക്കുന്നു. പിന്നീട് കണിച്ചിക്കുളങ്ങരയിൽ മറ്റൊരു സ്ഥലത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി പോകുന്നു. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വിധിയെ പരിഹസിക്കുന്ന രൂപത്തിൽ ഈ മന്ത്രിമാർ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ പറഞ്ഞ മൂന്ന് സംഭവങ്ങളാണല്ലോ നമ്മൾ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ഒന്ന്, ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് പോയി കണ്ട് അനുഗ്രഹം വാങ്ങുന്ന കുനിഞ്ഞു നിൽക്കുന്ന ചിത്രം. ആ ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് ആധാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ പറവൂരിലെ വീട്ടിലെത്തി കാണുകയാണ്. വീട്ടിലെത്തിയൊരു നേതാവ് കാണാൻ വരുമ്പോൾ അത് വാതിലടയ്ക്കേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മൂന്നാമത്തത്, രമേശ് ചെന്നിത്തല NDA കൺവീനർ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചു എന്നുള്ളതല്ല. അത് കാർത്തികപ്പള്ളിയിലെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹം SNDP യൂണിയൻ്റെ പ്രസിഡന്റാണ്, അശോക് പണിക്കർ. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചുള്ള കൂടിക്കാഴ്ച, അദ്ദേഹത്തെ കാണാൻ പോയതാണ്. അവിടേക്ക് തുഷാർ വെള്ളാപ്പള്ളി വരികയായിരുന്നു. പിന്നീട് ആ ചിത്രങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി ഫേസ്ബുക്കിലൂടെ ഇട്ടു എന്നുള്ളതാണ് ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണം. അതെന്തായാലും ഇപ്പോൾ സമുദായ നേതാക്കൾ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ വാതിലടയ്ക്കണമെന്നോ സമുദായ നേതാക്കളെ ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നതിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാണുന്നതിൽ തെറ്റില്ല. കാരണം സമുദായ നേതാക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാനുണ്ടാകും, അത് കേൾക്കേണ്ടി വരും. ചില ചടങ്ങുകളിൽ ഒരുമിച്ച് നിൽക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. ഇതിലൊന്നും തെറ്റില്ല. പക്ഷേ അത് ഈ പറഞ്ഞ വണങ്ങുന്ന രൂപത്തിൽ, പോയി അനുഗ്രഹം വാങ്ങുന്ന രൂപത്തിലാകുമ്പോൾ പരിഹസിക്കണം എന്ന് കാണാം. കാരണം 102 എന്ന ഒരു വലിയ അക്കത്തിലേക്ക് UDF അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഇവിടുത്തെ മതേതര നിലപാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ച, അല്ലെങ്കിൽ UDF ചില നേതാക്കൾ കാണിച്ച മതേതര നിലപാടിന് കൂടി കിട്ടിയ വോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതേതര നിലപാട് എന്ന് പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് മാത്രം വന്നിരിക്കുന്ന വലിയ വോട്ട് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ അതിനെ കാണുന്നില്ല. പ്രത്യേകിച്ച് മലബാറിലും കേരളമാകെയും മതേതരമായ വോട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിനെതിരെ കൂടി നൽകിയ വോട്ടാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചിരുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. അദ്ദേഹം VD സതീശനുമായി ബന്ധപ്പെട്ട് അതുകൂടി ആദ്യം പറയണമല്ലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ അധിക്ഷേപങ്ങളിൽ കേരളം കണ്ടതിൽ ഏറ്റവും പരമപന്നൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നമുക്ക് അത് ചർച്ചയിൽ ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരു വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നു. ഈഴവ വിരോധി എന്ന് വിളിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന മര്യാദയോ ബഹുമാനവും ഇല്ലാത്ത നേതാവെന്ന് പറയുന്നു. ഇന്നലെ പൂത്ത തകര എന്ന് പറയുന്നു. ഊളംപാറയിൽ ചികിത്സിക്കണമെന്ന് പറയുന്നു. ഇത്രയും അധിക്ഷേപ പ്രസംഗങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അടുത്തതായി ഞാൻ കേൾക്കുന്നത് മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പോയി കാണാൻ പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളിയും കാണാൻ പോകുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം. കാണണമല്ലോ, കാണുമ്പോഴാണല്ലോ ആവശ്യങ്ങൾ പറയാൻ പറ്റുക. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നു. അപ്പോൾ ഈ സമുദായ നേതാവിന് ഇഷ്ടപ്പെടാത്ത ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ആ മുഖ്യമന്ത്രിയെ കാണാൻ ആ സമുദായ നേതാവിന് വരേണ്ടി വരുന്നു എന്നുള്ളത് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ നേതാവിൻ്റെ വിജയം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ കാണാൻ ചെല്ലട്ടെ. അപ്പോൾ ആ ഒരു പ്രസംഗം നടത്തുന്നു. നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിച്ച, അല്ലെങ്കിൽ ഞെട്ടിച്ച വിഷയം, അല്ലെങ്കിൽ ദിവസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? മലപ്പുറത്ത് അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നു എന്നുള്ള പ്രസംഗമായിരുന്നു. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് നടത്തിയ പ്രസംഗമായിരുന്നു. പ്രത്യേകം ചില ആളുകളെ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ പ്രസംഗമായിരുന്നു. അവിടെ ജീവിക്കുന്ന, പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്കക്കാർ. അതായത് അവിടെ സ്നേഹത്തോടെ കഴിയുന്ന ഹൈന്ദവ വിഭാഗത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും തമ്മിൽ തെറ്റിക്കാൻ അവരങ്ങനെയല്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷം എന്നുള്ളത് അവിടുത്തെ ഈഴവർക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലൊരു വ്യാഖ്യാനം വരുത്താൻ അവിടെ പോയി പ്രസംഗിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രസംഗത്തിന് ശേഷമാണല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് വിധിയും നമ്മൾ കണ്ടതാണ്. ഈ പ്രസംഗങ്ങൾക്കൊക്കെ ശേഷം, ഈ വർഗീയ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തിയ ശേഷം, ഈ വർഗീയ പ്രസംഗങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി വന്നതിന് ശേഷം
നടന്നതാണ് വെള്ളാപ്പള്ളിക്കുള്ള സ്വീകരണം. ആ സ്വീകരണത്തിലാണ് ഈ പൊന്നാട അണിയിക്കുന്നത്. ആ സ്വീകരണത്തിന് ശേഷമാണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. അവിടേക്കാണ് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. അതൊരു വലിയ ഷോക്കായിരുന്നു കേരള ജനതയ്ക്ക്. അത് ഇത്രയും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ നേതാവിനെ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം അവിടെ നിൽക്കുമ്പോഴും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്രയും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ ഒരു നേതാവിനെ താണു വണങ്ങുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ രൂപത്തിൽ ആദരിക്കുന്നു എന്നുള്ളത് കേരളത്തെ ഞെട്ടിച്ച കാര്യമാണ്. അതിനുള്ള മതേതര മനസ്സിന്റെ വോട്ടിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്. അതാണ് 102 എന്ന അക്കത്തിലേക്ക് UDF എത്തിക്കുകയും 35 എന്ന അക്കത്തിലേക്ക് LDF താഴ്ത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ UDF ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വർഗീയതയ്ക്കെതിരെ ശക്തമായി പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെയല്ല, പല നേതാക്കളും പ്രതികരിക്കാതെ നിന്നു, പല നേതാക്കളും കണ്ടില്ലെന്ന് അടിച്ചു. നമ്മൾ അതിൽ VD സതീശന്റെ പ്രസംഗങ്ങൾ മാത്രമാണ് ശക്തമായ പ്രതികരണമായിട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പ്രതികരണം കണ്ടു. മുസ്ലിം ലീഗ് ആകട്ടെ വളരെ മിതമായി പ്രതികരിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു ഘട്ടത്തിൽ CPM നേതാക്കൾ ഇതിനെ ന്യായീകരിച്ച് പ്രതികരിച്ചത് അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടത്തിയ പ്രസംഗമല്ല, മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പ്രസംഗം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെതിരെയും അങ്ങനെ പ്രസംഗം നടത്താമോ എന്നൊരു ചോദ്യം കൂടി അവരുടെ ഉള്ളിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമായി തന്നെ അവർ അത് കാണുകയായിരുന്നു. അതുകൂടാതെ മതേതര മനസ്സുള്ള ആളുകളും ആ രൂപത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അതാണ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഇതല്ലാതെ ഒരു പ്രത്യേക രൂപത്തിൽ മുഴുവൻ UDF ആകത്തന്നെയും ഈ വെള്ളാപ്പള്ളിക്കെതിരെ നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കാലത്തും UDF സമുദായ സംഘടനകളുടെ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങിയിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി വന്നവരായാലും മന്ത്രിമാരായാലും ഈ സമുദായ സമ്മർദ്ദങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വന്നിട്ടുണ്ട്. അത് സാമുദായികമായ സമവാക്യം എന്ന വാചകമിട്ട് പറയാമെങ്കിലും ഈ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത് വേണ്ടി വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റൊരു രൂപത്തിൽ അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ തന്നെ വേറെ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇതായത് സമുദായ നേതാക്കൾ അവകാശപ്പെടുന്ന രൂപത്തിലല്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ്. ഈ 82 കരുണാകരൻ സർക്കാരിൽ SNDP യോഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായി SRP ഉണ്ടായിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്. NSSന്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയായി NDP ഭാഗമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും UDFന്റെയും ജനിതക ഘടന തന്നെ ഈ രൂപത്തിലായിരുന്നു എന്ന് കാണാം. പക്ഷേ അത് സമുദായ സംഘടനകളെ അവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുമെങ്കിലും വർഗീയമായ പ്രതികരണം നടത്തുമ്പോൾ അത് വേറെ വിഷയമാണ്. വർഗീയതയിലേക്ക് പോകുമ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ്. അങ്ങനെയുള്ള നേതാവിനെ വണങ്ങണമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്നതിനപ്പുറം അത് കടന്നുകൊണ്ട് ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന് മണ്ണൊരുക്കാൻ വെള്ളാപ്പള്ളി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇന്നലെയോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ വാജ്പേയിയുടെ കാലം മുതൽ 98 മുതൽ 2004 വരെയുള്ള NDA അധികാരകാലം, അന്ന് വാജ്പേയി ഭരിക്കുമ്പോൾ ഇവിടെ അദ്വാനി വന്നിട്ടുണ്ട്. അദ്വാനി വന്നിട്ട് വെള്ളാപ്പള്ളിയെ കാണുന്നുണ്ട്. അന്ന് മുതൽ തന്നെ ഐക്യത്തിന്റെ ഒരു സൂചനകൾ തുടങ്ങിയാണ്. പിന്നീട് പടിപടിയായി പിന്നീട് നമ്മൾ കാണുന്നത് BDJS എന്ന പാർട്ടിയുടെ രൂപീകരണമാണ്. ആ പാർട്ടിയുടെ രൂപീകരണത്തിനായി കാസർഗോഡ് നിന്നും യാത്ര ചെയ്ത് വരുന്നതിനിടയ്ക്ക് വെച്ചാണല്ലോ കോഴിക്കോട് വെച്ചിട്ട് ഒരു വർഗീയ പ്രസംഗം വെള്ളാപ്പള്ളി നടത്തി. അന്നത്തെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിനെതിരെ വലിയ രൂപത്തിൽ പ്രതികരിച്ച പിണറായി വിജയനാണ് കേരള തൊഗാഡിയ എന്നുള്ള പ്രതികരണം പേര് വിളിച്ചു. അപ്പോൾ അത് നമ്മൾ കണ്ടു. അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന രൂപം CPM-നുണ്ടായത്. അങ്ങനെയുള്ള CPM-ന് എന്ത് സംഭവിച്ചു എന്നുള്ള ആശ്ചര്യവും ഞെട്ടലും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ആണ് ഈ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? വെള്ളാപ്പള്ളി ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈഴവ വോട്ടുകൾ CPM-ന് കിട്ടുന്ന വോട്ടാണ്. CPM-ന് കിട്ടുന്ന ഈഴവ വോട്ട് അത് കുറച്ചെങ്കിലും ഈ പറയുന്ന BJP-യിലേക്ക് പോകാൻ BDJS വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അത് 2016 വലിയ രൂപത്തിൽ തന്നെ ഇഴ വോട്ട് BDJS വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ BJPക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 പേർ ജയിച്ചു എന്നതിനപ്പുറം വലിയ രൂപത്തിൽ BJP നേട്ടമുണ്ടാക്കാനായിട്ടില്ലെങ്കിലും അതിൽ വെള്ളാപ്പള്ളിയുടെ പങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയെ കൊല്ലത്ത് ശരിയാണ് ഇഴവ വോട്ടുകൾ ഇപ്പോൾ പറഞ്ഞ ആ സമുദായത്തിൽ നിന്ന് വരുന്ന മന്ത്രിയാണ് ബിന്ദു. അപ്പോൾ അവിടെയുള്ള ഇഴ വോട്ടുകൾ പ്രധാന ഘടകമായിട്ടുണ്ടാകും. പക്ഷേ അവിടെ പോയി കാണുമ്പോൾ ഈ താൻ കുനിഞ്ഞുള്ള അനുഗ്രഹം തേടൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. ആ സന്ദേശം എന്താണെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് ശുഭസൂചനയായി ഞാൻ കാണുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ബിന്ദു കൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് പ്രതികരണം വന്നിട്ടുണ്ട്.
ഇപ്പോൾ യൂത്ത് ലീഗും പ്രതികരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് അകത്തുനിന്ന് തന്നെ വിമർശനം വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ തിണ്ണ നിരങ്ങൾ എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഈ നേതാക്കളെ പോയി കണ്ട് കാല് പിടിക്കുന്ന രൂപം, ആ രൂപത്തിലേക്ക് പോകരുത്. അല്ലാതെ ഞങ്ങൾ കാണില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാണും, എന്നെ ചീത്ത വിളിച്ചവരെയും കാണുമെന്ന് തെരഞ്ഞെടുപ്പ് ശേഷം വിധി വന്നതിന് ശേഷം പറയുന്നത്, എന്നെ ചീത്ത വിളിച്ചവരെയും ഞാൻ കാണുമെന്ന്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങോട്ട് വന്ന് കാണുന്നതിന് അദ്ദേഹത്തിന് ഈ വരികളിലൂടെ ന്യായീകരിക്കാൻ സാധിക്കുമായിരിക്കും. ഇവർ വരികയും കാണുകയും ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവർക്ക് വഴങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വർഗീയതയ്ക്ക് വഴങ്ങുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരായ ജനവിധിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന ബോധ്യം കോൺഗ്രസിനുള്ളൂ. ഇന്ന് ഞാൻ വായിച്ച ഒരു പോസ്റ്റിലെ ഒരു പ്രതികരണം ഇതാണ്: CPM എങ്ങനെ തോറ്റു എന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതേപോലെ കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്ന്. വളരെ പ്രധാനപ്പെട്ട വരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Meet the editors.